ഹായ് ഗൈസ്, ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ മെയിൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സബ്സിഡറി വീഡിയോസ് ഒക്കെ നമ്മൾ ഒഴിവാക്കി മെയിൻ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഇടാതെ നമ്മളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു കുക്കിംഗ് ബ്ലോഗ്. അതെ, നമ്മൾ കുക്കിങ്ങിനാണല്ലോ വന്നത്. അതും ഈസി റെസിപ്പി. എല്ലാരും കാണുന്ന പ്രേക്ഷകരൊക്കെ കോംപ്ലിക്കേറ്റഡ് കണ്ട് മടുത്തു. ഇനിയൊന്നും ഈസി, ആർക്കും വെക്കാത്ത വെക്കാൻ പറ്റുന്നത്. നമുക്ക് ആക്ച്വലി ടഫ് ആണ് ഇഷ്ടം, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യാൻ. നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കും. വൈറാലിറ്റി കഴിഞ്ഞു, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതുകൊണ്ട് നമ്മള് ചെയ്യുമ്പോൾ വൈറലായി. അത് ബേസിൽ ജോസഫിന്റെ കുക്കിന്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. കുക്കിന്റെ അല്ല, പുള്ളിയുടെ അസിസ്റ്റന്റിന്റെ ഒരു ഇതാണ്. പുള്ളിയുടെ അസിസ്റ്റന്റിന്റെ ആണ് ഷെഫ് അല്ലേ? പുള്ളിയുടെ ഷെഫിന്റെ പുള്ളി ഷെഫാണോ? നമ്മൾ മൊത്തം കണ്ടിട്ടില്ല, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളെ പ്രോൺസ് വെച്ചിട്ടുള്ള ഒരു പരിപാടി, പ്രോൺസ് നിർവാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മള് ആദ്യമായി എടുത്തിട്ടുള്ളത് സാധാ കൊഞ്ചല്ല, വലിയ കൊഞ്ച്. സാധാ കൊഞ്ചല്ല, പ്രോൺസ് അല്ല, ടൈഗർ പ്രോൺസ്. സാധാ കൊഞ്ചല്ല, പ്രോൺസ്. കുറച്ച് വരെയുള്ള പ്രോൺസ്. അപ്പൊ അതെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഇത് തേങ്ങാപ്പാല്. നമ്മളുടെ സ്പെഷ്യൽ അല്ല, ഇത് നളന്റെ സ്പെഷ്യലാണ്. അതില് അല്ല, അങ്ങേര് പറഞ്ഞിട്ടില്ല, അങ്ങേരാണല്ലോ പൊതുവെ ഇതിന്റെ അംബാസഡർ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക്. നിങ്ങൾ വിചാരിക്കുന്നത് വേറെ എന്തോ ആണെന്നല്ല, കുരുമുളക്. പിന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, എണ്ണ, ഉപ്പ്, വിനാഗിരി, പിന്നെ കുറച്ച് പഞ്ചസാര. അത് നമ്മൾ അകത്ത് വെച്ചിട്ടുണ്ട്, കാണിക്കുന്നതായിരിക്കും. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കൊഞ്ച് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അത് ഇവര് രണ്ടുപേരാണ് ചെയ്യണം. എനിക്ക് 6 വെച്ചിട്ട് ഇവര് ക്ലീൻ ചെയ്യും. അതിൽ ആദ്യം ക്ലീൻ ചെയ്യും, ആര് ക്ലീൻ ചെയ്യും, നമ്മൾ നോക്കാൻ പോകുന്നത്. അതാണ് ഇതിന്റെ ഇടയിൽ നമ്മൾ വേറെ സാധനം ട്വിസ്റ്റ്. ഇവരൊക്കെ അറിഞ്ഞോണ്ടായിരുന്നു ആ സാധനം. എനിക്കറിയായിരുന്നു അങ്ങനെ ഒരു സാധനം. അറിയായിരുന്നു. ഈ ഒരു ചതി നിന്നെന്ന് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇത് എനിക്കറിയില്ല. ഇത് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇത് 6 വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ചെയ്യണം. വലിയൊരു സാധനത്തിന് നശിപ്പിക്കണം. എനിക്ക് ഒരെണ്ണം കാണിച്ചത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യണം നോക്കാം. ഇത് ബാച്ചിലേഴ്സ് എഡിഷൻ ആണ് കേട്ടോ. ഇത് എക്സ്പേർട്ട് സാധനമല്ല, ഇത് അമേച്വർ സാധനമാണ്. ഇപ്പൊ ചിലപ്പോ കുറച്ച് പീസസ് ഒക്കെ പോകും. നമ്മൾ ഫസ്റ്റ് ഇങ്ങനെയാണ് കൊഞ്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിന്റെ അടിഭാഗത്ത് നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ചിലപ്പോ തലയും തുടങ്ങുമായിരിക്കും. തല കിടക്കട്ട, തല വെച്ചേക്കാനോ? അല്ല, അതിലെങ്ങനെ ചില ഹോട്ടലിലൊക്കെ തലയും കൂടെ ഉള്ളതുണ്ട്. ഓക്കെ, അത് ഇങ്ങനെ വലുതായിട്ട് കാണാറുണ്ട്, ചിലടത്ത് കാണാറുണ്ട്, വെക്കാറുണ്ട്. ഞാൻ വെക്കാറുണ്ട്. ഈ കൊഞ്ചെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മറ്റേ എന്ത് ഫാമിലി, ഈ പാറ്റേരൊക്കെ ഫാമിലി. വെട്രിബേറ്റ്സ് ആണ്. വെട്രിബേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടലുള്ളതല്ലേ? ഇൻസെക്ട്സാ. ഇവിടത്തെ കരയിലെ പാറ്റ പോലത്തെ ഒരു ജീവിയാ. അതിനെന്താ പറയണ്ടേ? വെട്രിബേറ്റ്സ് അല്ലേ? മറന്നുപോയി. നമ്മള് ക്ലാസ്സിൽ ടോപ്പ് ആയിരുന്നു അത്. പക്ഷെ ഇപ്പൊ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് വയ്ക്കണോ കളയണോ? അത് കളഞ്ഞു. പിന്നെ ഇത് കൊഞ്ചിന്റെ തലയിൽ ഒരു സാധനം ഉണ്ട് കേട്ടോ. അത് നമ്മൾ എടുത്ത് കളയണമെന്നാണ് പൊതുവെ പറയാറ്. കത്തി ഉപയോഗിക്കണ്ടേ ഇതൊക്കെ? അല്ലാതെ നമുക്ക് എവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കളയാം. ഈ സാധനം ഇതിന്റെ തലയിലാണ് ഇതിന്റെ ഷിറ്റ്. അറിയാം. എല്ലാ പ്രോൺസ് ഉണ്ടാക്കുമ്പോഴും പറയാറുള്ളതാണ്. നമ്മളങ്ങനെ പ്രോൺസ് അധികം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, പ്രോൺസ് ബിരിയാണിയൊക്കെ. അതാണ്ട് ഈ നൂല് കണ്ട, ഈ നാര്, ഈ നാര് ഇതെടുത്ത് കളയണം. കറുത്ത നാരല്ലേ അത്? കറുത്തുമ്പോ അതിനകത്താണ് അതിന്റെ ഷിറ്റ് ഉള്ളത്. അതെടുത്ത് കളയണം. ഇല്ലെങ്കിൽ വയറുവേദനയൊക്കെ വരും. പക്ഷെ നമ്മള് ഹോട്ടലിലൊക്കെ അത് കാണാറുണ്ട്, എടുത്ത് മാക്കാൻ അടിക്കാറുണ്ട്. ഇത് ഇങ്ങനെയാണ് ഒരെണ്ണം ശരിയാ. ഇത് വേണമെങ്കിൽ എടുത്ത് കളയാം കേട്ടോ. ഇതില് ഒന്നുമില്ല, ഇതിൽ കളയൊന്നുമില്ല. അതുകൊണ്ട് അത് കഴുകിയാദ്യം തോന്നും, കഴുകിയെടുത്താൽ ഒരെണ്ണം കൂടി ഞാൻ ചെയ്യാം. ഇതിൽ ഏറ്റവും ആദ്യം ചെയ്യുന്നവരാണ് ഇതിന്റെ വിജയി. ഏറ്റവും ആദ്യം നല്ല രീതിക്ക് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ വിടൂല. വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ടൈഗർ പ്രോൺസ് ആണ് ചുറ്റുപാടും. ഇതിന്റെ ഈ നാര് ഇങ്ങനെ വലിച്ച് ഊരുക. ഞാൻ വല്ല ഹോട്ടലിലും പോയി മതി. സെറ്റായി, ഇത്രേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ബാച്ച് നമ്മൾ 2 ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ട് ഒക്കെ ചെയ്യണം. കറക്റ്റ് ചെയ്ത് തരണം. വെള്ളം, നിനക്ക് ഈ സാധനം, നിനക്ക് ഈ സാധനം, നിനക്ക് ഈ സാധനം. ഓക്കെ. ഇവൻ വ്യത്യസ്തനായി കേട്ടാ, തലയെടുക്കണവൻ. ഞാൻ തലയല്ലടാ, ഡിസ്കസ്റ്റിംഗ്. കുഴപ്പമില്ല, തിന്നാൻ പറ്റുമെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കാൻ. അവ സെറ്റായിടാ. നീ ഞാൻ സെറ്റായി. നമുക്ക് വമ്പിച്ച മത്സരമാണ് നടക്കുന്നത്. മാസ്റ്റർ ഷെഫിലൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും മത്സരം അല്ലേ? മറ്റേ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് ഇവിടെ ഇടാമല്ലോ. സൂം ചെയ്യണ്ട.
വിനു രണ്ടാമത്തെ എത്തി. പക്ഷെ അഖിൽദാസിനെ കൊണ്ട് പെർഫെക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു കേട്ടോ. ഞാൻ ഇത്തിരി വൃത്തി കൂടുതലാണ്. നീ ഇവിടെ വെച്ചാ ഈ സാധനം? അല്ല, ഇവിടെ തന്നെ ഈ സൈഡിൽ തന്നെ വെച്ചോ. അതെ ഏകദേശം. അല്ല, അറിയാൻ പറ്റില്ലല്ലോ ആരതാണ് ബെസ്റ്റ് എന്ന്. ചിലപ്പോ മിക്സ് ചെയ്താൽ അതിന്റെ കൂടെ ഒരു നല്ല സാധനം എടുത്താടാ. ഓ എടുത്തെടുത്തെടുത്ത് വേണ്ട. നമ്മളിന്ന് ഒരു മേജർ പാഠമാണ് പഠിച്ചത്, തലയിലെ ഷിറ്റ് എടുത്ത് കളയാൻ. എനിക്ക് തോന്നുന്നു കുടലാണെന്ന് തോന്നല്ലേ അതിന്റെ. കുടൽ വഴി ആയിരിക്കുമല്ലോ ഈ സാധനം പോകുന്നത്. ഇത് വലിയ ടഫൊന്നും അല്ലല്ലേ? എനിക്കോട് വലുതായോണ്ടായിരിക്കും ഇത് കുറച്ചുകൂടി എളുപ്പമെന്ന് തോന്നുന്നു കേട്ടോ. ചെറുതാണെങ്കിൽ ചിലപ്പം നുള്ളാൻ ഭയങ്കര പാടായിരിക്കും. അഖിലേഷൻ ഉണ്ടായിരുന്ന അഖിലേഷനോട് ചെയ്യും. അഖിലേഷ് ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യും. വിഘ്നേശും ചെയ്തതിനപ്പം പെട്ടെന്ന്. വിഘ്നേഷ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിസ്കസ്റ്റിംഗ് ഫീൽ അടിച്ചിട്ട് ചെയ്യൂല, തിന്നൂല. പണ്ടൊരു സിലോപ്പിയ മീൻ ചെയ്തിട്ട് തിന്നില്ല. ഇത് ചിലപ്പോൾ നമ്മൾ ചെയ്തതിൽ ചിലപ്പം ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. അല്ല, ഞാൻ ചെയ്തത് നമ്മളൊക്കെ ഒരേപോലെയൊക്കെ തന്നെ. അതെ, വ്യത്യാസമൊന്നുമില്ല. അപ്പം അതിൽ ഇങ്ങനെ അല്ല വേറെ ടെക്നിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അതിന്റെ ലിങ്കും താഴെ ഇട്ടാ മതി. ചെമ്മീനൊക്കെ ചടപെടാന്ന് അവര് ക്ലീൻ ചെയ്യും. മറ്റേ എക്സ്പോർട്ട് ചെയ്യണ അവിടെ കമ്പനിയിലൊക്കെ നിൽക്കണ അവരൊക്കെ പെട്ടെന്ന് ഇത് ഈ ടൈഗർ പ്രോൺസ് ആണ് പ്രശ്നക്കാരൻ കേട്ടോ. മറ്റേ പെട്ടെന്ന് ടൈഗർ പ്രോൺസിന് വലിയ വാട്ടമല്ല, മറ്റൊരു വാട്ടമുണ്ട്. ഇവിടെ കാലൊന്നും അങ്ങനെ പിടിക്കണ്ടാ, അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങ് പിടിച്ചാൽ മതി. കണ്ടോ, വിനു ഏകദേശം സെറ്റായെന്ന് തോന്നുന്നുണ്ടോ? ചിറ്റൊക്കെ എടുത്ത് കളഞ്ഞ് സാധനം കുടൽ വലിച്ചൂരി കൊണ്ടൂടെ. വലിച്ചൂരി ഇതിന് പണിയുള്ള ഇതാണ് കേട്ടോ, ചുമ്മാ അല്ല. ഇതിന് കൊഞ്ചിനൊക്കെ ഇതിന്റെ ഫ്രൈക്കൊക്കെ പൈസ വാങ്ങണം അല്ലേ? ഒത്തിരി എഫേർട്ട് കൂടുതലാണെന്ന് തോന്നുന്നു. പക്ഷെ ഇത്തിരി ഭയങ്കര പൈസയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. നല്ല വിലയും ഉണ്ടോ, വാങ്ങാനും വിലയുണ്ട്. കുറ്റം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു സർജന്റെ പ്രൊസിഷനോടുകൂടിയാണ് അഖിൽദാസ് ആ സാധനമൊക്കെ വലിച്ച് ഊരുന്നത്. ഇതങ്ങനെ കടയിൽ മിക്ക കടയിലും അങ്ങനെയൊന്നും ഊരൂല. ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ അകത്ത് ഈ നാരിരിക്കും. നിങ്ങൾ തിന്നുന്നത് അതിന്റെ വൻകുടലും ചെറുകുടലിലും ഉള്ള വേസ്റ്റുകളാണ്. അതെ, വലിയ വലിയ ഹോട്ടലിലും അത് കാണാറുണ്ട്, മാറ്റാറില്ല. കാരണം ഈ ഒരുപാടുള്ളപ്പോഴേ ഈ ചെറിയ സാധനമൊക്കെ എടുത്ത് മാറ്റുമ്പോ അവർക്ക് അത്രയും ലേബർ കോസ്റ്റ് വരും. അതുകൊണ്ട് അവരത് കീപ്പ് ചെയ്യും. ഇവിടെ വിനു കഴിഞ്ഞടാ. എനിക്കൊന്നും കൂടെ അല്ലോ. നാരേത് ഇല്ല, ജഗദീഷ് ശ്രീമുറിയിലെ പുഴിഞ്ഞത് കളഞ്ഞോ. ഭയങ്കര വരാനാട്ടാ. ഓ, വിനു ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞ്. നമുക്കിനി അവന്റെ പെർഫെക്ഷൻ ഒക്കെ നോക്കണം. അപ്പൊ ഏകദേശം നമ്മൾ ഫൈനൽ ലാപ്സിലെത്തി. യവൻ കുറച്ച് നേരത്തെ തീർത്തു. പക്ഷെ ചില കടലിൽ ഇത് ഉണ്ടാവാറുണ്ട്, ചില കടയിൽ. അതൊക്കെ ഈ കടയിൽ മുബാറക് ഹോട്ടലിലൊക്കെ ഇതുണ്ട്. ഇത് മുബാറക്കല്ലല്ലോ. ഇതിനെന്താ വരാത്ത? ഇനി നമുക്ക് ഇതിന്റെ ഇത് നോക്കണം, പെർഫെക്ഷൻ. അപ്പോ ഈ മാസ്റ്റർ ഷെഫിന്റെ ചെറിയ ഒരു മത്സരത്തിൽ നമുക്ക് നോക്കാം ആരാണ് വിജയിച്ചെന്ന് നോക്കാം. ഇപ്പൊ അഖിൽദാസിന്റെ നോക്കുകയാണെങ്കിൽ അഖിൽദാസ് 1 2 4 5 എണ്ണം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് തല ഞാൻ സേവ് ചെയ്തെടുത്തു. പിന്നെ എവനും കറക്റ്റ് ആയിട്ട് 5 എണ്ണം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്ത് തീർത്തത് എവനാണ്. തലയിലെ സാധനമൊക്കെ എടുത്താൽ നോക്കും. ഇൻസ്പെക്ഷൻ ഇത് മറ്റേ ഇതിലുണ്ടേ, മറ്റേ അങ്ങേര് പോയിട്ട് മറ്റേ ഏതൊരു ഷെഫ് മാസ്റ്റർ ഷെഫിൽ അങ്ങേര് ചെയ്യുമല്ലോ, ഗോൾഡൻ റാംസി. അതുപോലെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, ട്യൂണിങ് ഒക്കെ കൊള്ളാം. ഇതിനൊക്കെ BR വരണമായിരുന്നു. ഇവൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല, എവനും ചെയ്തു. പക്ഷെ എനിക്ക് ഫസ്റ്റ് തീർത്തത് വിനു ആണ്. പിന്നെ അവന്റെ അത്യാവശ്യം ക്ലീനും ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ അകത്ത് സാധനമൊന്നും ഇരിപ്പിട്ടില്ല. അപ്പൊ അവൻ തന്നെയാണ് വിജയ്, ഈ ഇതിന്റെ വിജയ്. പക്ഷെ എവനും തരക്കേടില്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോ ആരെങ്കിലും ഒരാളെ കുളമാക്കുന്നില്ല. അതുകൊണ്ട് അവൻ തന്നെയായിരിക്കും ഇനി. അപ്പൊ ഇനി നമുക്ക് എന്ത് ഉണ്ടെങ്കിലും അഖിൽദാസിലെ ഇല്ല, നീ ഒട്ടും മോശമായിരുന്നില്ല. ഇനിയുള്ള ഓരോ മീൻ ഇല്ല, നീ തോറ്റില്ല, നീ വിജയാണ് ഇതില്. നോക്ക്, ആരും തോക്കുന്നില്ലടാ. നിങ്ങളെ പോലെ എനിക്ക് പറ്റുന്നില്ല. ഇല്ല, നോക്ക്, അവൻ ചെയ്ത മീൻ്റെ നോക്ക്. സ്പീഡ് അവനല്ലേടാ. ഇത് ഇളവി വന്നു, അതുകൊണ്ടാ. നോക്ക്, ആദ്യമായി ചെയ്യുന്ന ഒരാളാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇത് കണ്ടാ തോന്നുന്നു. ചിലപ്പോ തോന്നുമായിരിക്കും, തലയൊന്നും ഇല്ലാത്തോണ്ട്. പക്ഷെ നമ്മൾ തലയിൽ കിരീടം വെച്ചിട്ടുണ്ട്. ഇത്രയും വൃത്തിയോടെ നോക്കൂ, എന്ത് ബ്യൂട്ടി. ഇത് ഞാൻ കിടക്കാൻ കണ്ടില്ലേ ഞാൻ. ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് ബാക്കി കുക്കിങ്ങിലോട്ട് കിടക്കാം. മതി.
അപ്പൊ ഗൈസ് നമ്മുടെ പ്രോൺസ് എല്ലാം നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ വൃത്തി നോക്ക്. അതെ അതെ, വെളുവിളായിരിക്കുന്നു. സ്റ്റാർ ഹോട്ടലിൽ പോലും ഇത്രയും വൃത്തിയായിട്ട് കിട്ടും. ഇതാണ് അല്ലേ ടൈഗർ, ഇത് സാധാ സാധാ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മള് മിക്സ്ചർ ഉണ്ടാക്കുക. അതെ അതെ അതെ. അതിനുവേണ്ടി ആദ്യം ഒരു മിക്സിയുടെ നല്ല കഴുകിയ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് അതിലോട്ട് മല്ലിയില ഇടുക. ഫുൾ ഇടണോ? ഇത്ര ഇടാം അല്ലേ. എന്നിട്ട് പിന്നെ കുറെ കറിവേപ്പില ഇടണമെന്നാണ് ശാസ്ത്രം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നാടൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലെന്തിടണം? ഇഞ്ചി, കുരുമുളക് ആവശ്യത്തിന്. പിന്നെ കുറച്ച് വെളുത്തുള്ളി നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഇടുക. അതിനുശേഷം ഒഴിച്ചുവിടാനാവാത്ത കുറച്ച് മസാല. അതെ. പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ഒന്ന് പൊട്ടിക്കണം. കുറച്ച് ലേശം. എന്നിട്ട് പിന്നെ മസാല, മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യം പോലെ. ഇത്രയും പോരെടാ, കുറച്ച് കിട്ടല്ലേ. ഗരം മസാല, മഞ്ഞൾപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് മതി. ഒരു 1/2 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ. ഗരം മസാല അത് നിങ്ങളുടെ ഇതുപോലെ 1 ടീസ്പൂൺ. ഉപ്പ് വേണ്ട. ഉപ്പ് വേണം. ഉപ്പ് കുറച്ച്. അഖിൽദാസറിനായിരിക്കും വിനാഗിരി ഒഴിക്കണം. ഇതെന്തോടെ ഇത് അതിലേക്ക് ഇട്ടാൽ നല്ല കയ്യില് വാരി ഇടുന്നല്ലേ നല്ലത്. അളവെങ്കിലും അറിയാം. ഇതാവൂല്ലേ. ഉപ്പ്. ഇനി വിനാഗിരി, കുറച്ച് വിനാഗിരി. ഇതിൽ വെള്ളം ഒഴിക്കരുതെന്നാണ് അവർ പ്രത്യേകം പരാമർശിക്കുന്നത്. കുറച്ച് ഇത് അരയോടാ. ഇതിൽ വെള്ളമൊക്കെ ഉണ്ട്. ഇത് അരയണം. എന്നിട്ട് വേണമെങ്കിൽ ഉപ്പ് നമുക്ക് രണ്ടാമത് ചേർക്കാം, ഉപ്പില്ലെങ്കിൽ. അപ്പൊ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പൊ അരയ്ക്കാൻ അഖിൽദാസാണ് പോയിരിക്കുന്നത്. അരപ്പിന്റെ സ്പെഷ്യലിസ്റ്റ് അവനാണ്. അവ അരക്കട്ടെ. അപ്പൊ ഗൈസ് നല്ല അരപ്പൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട്. നല്ല പച്ച കളറിലുണ്ട്, നല്ല മണമുണ്ട് അതിന്. നമുക്ക് ഇതിലോട്ട് തട്ടിയിടാം. പ്രോൺസിന്റെ മണ്ടലോട്ട് തട്ടിയിട്ടിട്ട് അതിൽ മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണമെന്നാണ് എല്ലാവരും പറയുന്നത് ഒറിജിനൽ റെസിപ്പിയിൽ. ഓക്കെ. അപ്പോൾ മസാല നമ്മളിൽ തട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കൊഞ്ചിൽ. കുറച്ച് എക്സ്ട്രാ മസാല ഉണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ കിടക്കും, നല്ലതായിരിക്കും അല്ലേ. അല്ല, നമ്മളിൽ കുറച്ച് എക്സ്ട്രാ ഉണ്ടേ. നമുക്ക് ഇങ്ങനെ നന്നായിട്ട് കൊഞ്ചിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൊഞ്ച് റെസ്റ്റ് ചെയ്യട്ടെ കുറച്ച് നേരം, കുറെ പണിയെടുത്തില്ലേ. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഏതാണ്ട് 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്തെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്യാൻ പോകണം. അതെ. നമുക്ക് ആദ്യമായിട്ട് അടുപ്പ് കത്തിച്ച് പാൻ വെക്കാം. എന്നിട്ട് അങ്ങനെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ അല്ലേ. എന്നിട്ട് നമുക്ക് ഇനി കറിവേപ്പില ബെഡ് ചെയ്യണം അല്ലേ. കറിവേപ്പില ഇങ്ങനെ ഇടുന്നു, തണ്ടോടെ ഇടണോ? തണ്ടോടെ ഇട്ടോ. ഒരെണ്ണം തിരിച്ചു നമുക്ക് എന്തൊക്കെയാ ഇങ്ങനെയൊക്കെ ആക്കണം. നമുക്ക് ഇനി അതിന്റെ മണ്ടയിൽ പ്രോൺസ് നിർവ്വാണം ഉണ്ടാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് എത്ര മിനിറ്റ് ആണ് നമ്മുടെ മാരിനേഷൻ ടൈം അല്ലേ? അരമണിക്കൂറോ? നേരത്തെ കുറച്ച് പറഞ്ഞിട്ടില്ലേ? അതല്ല, എത്ര മിനിറ്റ് വേവിക്കുക, എത്ര മിനിറ്റ് ആണ് ഈ പ്രോൺസിന്റെ വേവൽ ടൈം? പെട്ടെന്ന് ഒരു 4-5 മിനിറ്റ് കൊണ്ട് സത്യം പറഞ്ഞാൽ വേവും. ഫ്രൈ ഒക്കെ ചെയ്യണം. പക്ഷെ ഇതിലിപ്പോ മസാല ഉള്ളതുകൊണ്ട് കുറച്ച് നേരം കൂടെ വയ്ക്കാം. നമുക്കിത് ഫുള്ളായിട്ട് പെട്ടാം. അപ്പൊ ഒരു ടീ സൗണ്ട് വരുന്നുണ്ടോ? വന്നല്ലോ. മതി അല്ലേ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുക്കണം. ആക്കണ്ടേ? വേവിച്ചെടുക്കണ്ടല്ലേ. ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഒരു മണമൊക്കെ വരുമ്പോഴത്തേക്കും തിരിച്ചിട്ടിട്ട് ഈ സാധനം ഒഴിച്ച് അടയ്ക്കാം. കൊഞ്ച് പെട്ടെന്ന് വേവും. കൊഞ്ച് ഓവറായിട്ട് വെന്ത് കഴിഞ്ഞാൽ റബ്ബറാവും. കൊഞ്ചും കണവയൊക്കെ ഓവറായി കഴിഞ്ഞാൽ റബ്ബറായി. അതിനെന്തോ ഒരു സാധനം ഉണ്ട് കേട്ടാ, മറ്റേ സോഡാ പൊടിയോ ബേക്കിംഗ് സോഡയോ എന്തോ കണവയിൽ കുറച്ചു നേരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് റബ്ബർ ആവുന്നത് കുറയും എന്ന് ഞാനൊരു ടിപ്പു സുൽത്താൻ കണ്ടു. ഇത് നോക്കിയിട്ടില്ല ഇതുവരെയും. ഇത് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴാണ് ഈ റബ്ബർ ആവണെന്നാണ് പറയണം. അന്ന് നമ്മള് കൂന്തൽ വെച്ച റബ്ബറായിരുന്നു. പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ആയി തോന്നുന്നു. എവിടെയോ അല്ല, ചില ദിവസം വീട്ടിലെ കറി വയ്ക്കുമ്പോഴും ചിലപ്പോഴൊക്കെ റബ്ബർ ആവില്ലേ. തോരൻ വയ്ക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ഇങ്ങനെ ആക്കാം അല്ലേ. ഇപ്പൊ മണം വന്നു തോന്നുന്നു ഇല്ലേ? പച്ചരിയാണല്ലോ ഇട്ടത്. പച്ചരിയുടെ മണം. പക്ഷെ ഇത്രയും അരപ്പ് കേട്ടിണ്ടായിരുന്നു കേട്ടോ. അരപ്പ് വേണം. അരപ്പ് അതിൽ കുറെ ഉണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ ഫ്രൈ ആകുമ്പോ അങ്ങനെ അരപ്പാവണതാണ്. ഇത് നമ്മൾ എക്സ്ട്രാ കുറച്ച് അരപ്പിട്ട് തേങ്ങാപ്പാലില്ല കറി ആവുമെന്നൊരു സംശയം. ഈ തേങ്ങാപ്പാലിലാവും, എനിക്ക് ഉറപ്പാണ്. ചിലപ്പം അരപ്പിച്ചിരി കട്ടിയായിട്ട് കിടക്കുമായിരിക്കും. അത് കുഴപ്പമില്ല. ഉല്ലാസിന് ഒരു പനീർ നിർവ്വാണം ഉണ്ടായിരുന്നു. ശരിയാ അല്ലെ. ശരിയാ. ഇങ്ങനത്തെ മസാല ഇട്ട് കഴിഞ്ഞാൽ ചില പനീറിലും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. അവൻ കൂടുതലും മറ്റേ പെരിയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. മുളക് പൊടി പൊടിക്കാം അല്ലേ. എണ്ണയൊക്കെ തെളിഞ്ഞ് വെളിച്ചെണ്ണ ഒരു 5 മിനിറ്റ്
ഒരു അര മിനിറ്റ് കൂടെ വെയ്. അഖിലാസ് പറഞ്ഞ ഒരു അര മിനിറ്റ്. പിന്നെ ഇത് വേകുമ്പോഴാണ് ഇങ്ങനെ ചുരുങ്ങുന്നത്. അതെ, ടിപ്പു സുൽത്താൻ. അപ്പൊ അറിയാലോ ഇവിടെ ഒഴിക്കാൻ തോന്നുന്നുണ്ടോ? അര സെക്കൻഡ് അര മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ ഗൈസ് ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം. ആഹാ, നിങ്ങൾ തേങ്ങ പിഴിയാണെങ്കിൽ ഒന്നാം പാലാണ് ഒഴിക്കാനുള്ളത് അല്ലേ? രണ്ടാം പാല് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം. ഇപ്പൊ തന്നെ അതിന്റെ ഒരു എമ്മിനെസ് നമുക്ക് ഫ്ലേവർ ഒക്കെ വന്നല്ലേ. പിന്നെ കുറച്ചും കൂടി കറിവേപ്പില എടുത്ത് മുകളിലിട്ട ഒരു ലുക്ക് ആയിരിക്കും. ഞാൻ ഫുൾ ഒഴിച്ചേട്ടാ. ഫുൾ ഒഴിക്കണ്ടേ? നിങ്ങൾ മൗനസമ്മതം നൽകിക്കൊണ്ടാണ് ഞാൻ ഒഴിച്ചത്. ഇല്ല, ഞാൻ നിർത്തുന്നോട്ടെ ഒരു പോയിന്റ്. അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അടച്ചു വെക്കാനുള്ള പാത്രം വേണോ? പിന്നെ അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റത്തേക്ക് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇത് അടച്ചില്ലല്ലോടാ. അല്ലല്ല, ഇതൊക്കെ അടഞ്ഞു. ഓക്കെ, ഇത് ടൈറ്റ് അടക്കണം. ഒന്നും പുറത്ത് വരരുത്. അതെ, നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരാം. ഓക്കെ, അപ്പം ഫൈനലി 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായെന്ന് നോക്കാം. ഇതൊന്ന് കുറുകി. എന്നിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഇതിന്റെ മുകളിൽ ഇതുണ്ട്. നമ്മൾ കൂടുതലായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പാക്കറ്റിലാണ് നമ്മളിത് ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് കൂടുതലാവില്ല. തട്ടി നിങ്ങൾ അറിയാതെ പോലും തട്ടി കൂടുതൽ വീഴില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കാം. കുഞ്ഞിനെ വേദനിപ്പിക്കാതെ അതിന്റെ പവിത്രത നഷ്ടപ്പെടാതെ അല്ലേ. എന്നിട്ട് നമുക്കിത് ഉടയാതെ ഈ പാത്രത്തിലോട്ട് പകർന്നാലോ? ഓഫ് ചെയ്യാം. ഒരു ബൗളിലേക്ക് ഇത് പകർത്താം. ഒഴിച്ചു നോക്കാം. കിട്ടോ? തട്ടിട്ടോ? ഈ കമ്പും കൂടിയൊക്കെ നമ്മൾ മനഃപൂർവ്വം ഇട്ടതാ. ഡിസൈൻ. അപ്പൊ ഇതാണ് ഫൈനലി പ്രിപ്പയർ ആയ ഡിഷ്. ഇതാ കണ്ട, നല്ല കറിക്കകത്ത് നല്ലൊരു കൊഞ്ച് ഇങ്ങനെ കിടക്കും. ഇതാണ് നമ്മുടെ പ്രോൺസ് നിർവ്വാണ. അതിന്റെ കൂടെ കഴിക്കാൻ നമ്മൾ കുറച്ച് ബ്രെഡാണ് മേടിച്ചിരിക്കുന്നത്. അപ്പം വാങ്ങാം, ചപ്പാത്തി വാങ്ങാം, പൊറോട്ട വാങ്ങാം, എന്ത് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം. നമുക്ക് ചൂടോടെ തന്നെ ഒഴിക്കുന്നു. മേളിൽ ഒഴിക്കുന്നു. അപ്പൊ നമുക്ക് ചൂടോടെ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയായി. ഇതാണ് ഗൈസ് നമ്മുടെ കൊഞ്ച് നിർമ്മാണ. ഇപ്പൊ ഒന്ന് കഴിച്ചു നോക്കാം. ദാസൻ തന്നെ ആദ്യം കഴിച്ചു നോക്കട്ടെ. ചൂടാറിയിട്ട് കഴിച്ചോ? ഇല്ല, ചൂടോടുകൂടി പവിത്ര നഷ്ടപ്പെടാതെ ഇവിടെ തന്നെ എടുത്തോ. അപ്പൊ ഗൈസ് നമുക്ക് കൊഞ്ച് നിർവ്വാണയുടെ ടേസ്റ്റ് നോക്കാം. പൊളിച്ച് കഴിക്കണില്ല. ഭയങ്കര ക്രിട്ടിക്കാണെന്ന് തോന്നുന്നു. അത് 2 പീസ് കഴിച്ചാലേ ഇഷ്ടപ്പെടുള്ളൂ. 5-6 പീസ് ഉണ്ട്. നമുക്ക് കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. നീ എടുത്തോ. നമുക്ക് വല്ലാണ്ട് പൊട്ടുന്നുണ്ടോ എന്ന് തോന്നുന്നു നീ പറയാം. എന്നിട്ട് രണ്ടാമതൊരു ബ്രേക്ക് ഡൗൺ ആയിപ്പോയോ? നമ്മൾ യൂഷ്വലി കഴിക്കണ കൊഞ്ച് തീയലെന്നൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡിഫറെന്റ്. മസാല നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് എളുപ്പമാണ്. അത് എളുപ്പം. കൊഞ്ച് ക്ലീൻ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പം. അതെ, ക്ലീൻ ആയ കൊഞ്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പം. പിന്നെ ഇത് വലിയ അത്ര ടൈമും വേണ്ട. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇത്. നമുക്ക് പുട്ടിന്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിരിക്കും. പുട്ട്, അപ്പത്തിന്റെ അരി വൈറ്റ് സാധനങ്ങളുടെ അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ യൂഷ്വലി വീട്ടിലുണ്ടാക്കണ കൊഞ്ച് തീയലോ അതുപോലെ അങ്ങനെയൊന്നും അല്ല. എന്തായാലും ഡിഫറെന്റ് ടേസ്റ്റ്. എന്തായാലും ട്രൈ ചെയ്യാം. ഹൈപ്പിനൊത്ത് ഉണ്ടല്ലേ? ഹൈപ്പിനൊത്തുണ്ട്. ഉണ്ട്. ഇത്ര ഹൈപ്പിനൊത്തുണ്ടോ എന്നൊരു സംശയവും കൂടെ ഉണ്ട്. എങ്കിലും ഉണ്ട്, ഹൈപ്പിനൊത്തുണ്ട്. ഇപ്പൊ ഗൈസ് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ ഒരു ഈസി റെസിപ്പി. നമുക്ക് ഇനി ഒരു സെഗ്മെന്റ് ഉണ്ട്, ഈസി റെസിപ്പി. അതിൽ നമ്മൾ ചെറിയ പുതിയൊരു ചാനലുണ്ട്. നാളെ 4ാമത്തെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. OSB ഈസി അങ്ങനെ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ? OSB ഗോ ഈസി. അപ്പോഴൊരു ഈസി റെസിപ്പി നമുക്ക് സെഗ്മെന്റ് ഒക്കെ ഉണ്ട്. അതിൽ നമ്മളെ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർ പറയുന്ന റെസിപ്പിയൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. ഇപ്പൊ എല്ലാവരുടെയും വ്യൂ കൗണ്ട് ഒക്കെ നമ്മളെ ഏകദേശം ആദായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ.